ചേട്ടാ, ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമുണ്ടായിരുന്നു. ശബരിമല വിഷയത്തിൽ ചെറുതായിട്ടൊന്ന് ജയിലിൽ പോയതേ ഉള്ളൂ. പക്ഷെ പാർട്ടി ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ജാമ്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പറയാൻ പോകുന്നത് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുള്ള ആളാണ് പത്മകുമാർ, അപ്പൊ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നായിരിക്കും പാർട്ടി പറയാൻ പോകുന്നത്. പക്ഷേ കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും CPM-ന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്? അല്ല, കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നതും അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. അതെ. അപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇദ്ദേഹം ജയിലിൽ കിടന്നപ്പോഴും കുറ്റപത്രം കൊടുക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റപത്രം വൈകുന്നതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇടപെടലാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സ്വാഭാവിക ജാമ്യമാണ്. ജാമ്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കളവ് ചെയ്തില്ല എന്ന അർത്ഥമൊന്നുമില്ല. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന സംഭവം നടന്നിട്ടുണ്ട്. പത്മകുമാർ ഫയലിൽ എഴുതിയത് ഇവിടെ പുറംലോകം കണ്ടിട്ടുണ്ട്. സ്വർണത്തെ ചെമ്പാക്കിയത് പത്മകുമാറാണ്. പത്മകുമാറിന് ഒരു വേള കക്കാനായ അവസരം പാർട്ടി തന്നെ കൊടുത്തതാണെന്നും ജനത്തിന് നന്നായിട്ട് അറിയാം. പത്മകുമാറെ പത്തനംതിട്ടയുള്ള പത്മകുമാറെ, നിങ്ങൾക്ക് പാർട്ടിയെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നാൽ നീ ഉണ്ടാക്കിക്കോ പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഉണ്ടാക്കിക്കോ. അതായത് നിങ്ങൾ പാർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് MLA ആയി പിന്നീടൊന്നും ആയില്ലെന്ന് കുണ്ഠിതം വേണ്ട, പത്മകുമാർ ഇഷ്ടം പോലെ വെട്ടിക്കോ എന്ന് പറഞ്ഞ് പാർട്ടി തന്നെ കൊടുത്തതെന്ന് ഇവിടുത്തെ ജനത്തിനെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് പത്മകുമാറിനെ പിന്നെ ഈ വെള്ള പൂശി ജയിലിൽ കിടന്ന് പത്മകുമാർ കുറ്റം തെളിഞ്ഞെന്നല്ല പുറത്തു വന്നേ. ഇപ്പോഴും അവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതെ, പാർട്ടി നടപടി എടുക്കാത്തതെന്ന് വെച്ചാൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് കൂടെ പുറത്തായി കഴിയുമ്പോൾ പത്മകുമാറെല്ലാം വിളിച്ചു പറയുമല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം എന്താണെങ്കിലും അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ കഴിയുന്ന കോടതിയുടെ വിധി. അപ്പൊ എന്താണെങ്കിലും AKG സെന്ററിലായിരിക്കും അദ്ദേഹത്തിന്റെ താമസവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം. അതൊക്കെ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട്. കാര്യം അദ്ദേഹത്തിന് നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് ഈ പാർട്ടി അങ്ങോട്ട് വിട്ടപ്പോഴത്തേക്ക് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാകില്ല, പാർട്ടിക്ക് ഒരു വീതം കൊടുത്തിട്ടുണ്ടാവും. ഈ കള്ളന്മാര് ഏതൊക്കെ കള്ളന്മാര് വെട്ടിയതായിട്ട് കഥ ഇവിടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന, ആരൊക്കെ വെട്ടി എന്ന് പറഞ്ഞ കഥ ഉണ്ടായിരുന്നാലും എന്തുകൊണ്ടാണ് പാർട്ടി അവരെയൊക്കെ പറയാത്തത്? ഇപ്പൊ SNC ലാവലിന്റെ കേസ് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് പറയാത്തത്? അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും പാർട്ടിക്കാർ കൈയൊഴിയാത്ത എന്തുകൊണ്ടാണ്? അദ്ദേഹം 1 രൂപ എടുത്തെങ്കിൽ 3 രൂപ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇന്നിപ്പോ AK സെന്ററിന്റെ പിന്നെ ഡൽഹിയിൽ ആ കാണുന്ന ബിൽഡിങ്ങിന് അവിടെ ആ ബിൽഡിംഗ് മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത്, ആകെ ഒരു സ്വത്തായിട്ട് പറയാനായിട്ട്. പിന്നീട് ഈ പറയുന്ന അവിടുന്ന് കാറിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്ലെയിനിൽ വിമാനത്തിൽ വരണ്ടേ, ഇൻഡിഗോയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ എയർലൈൻസിലോ ബഹുമാനപ്പെട്ട പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾ ബേബിക്കൊക്കെ വരണമെങ്കിലും ഇവിടുന്ന് ഇതേപോലെ കൊടുത്ത ചക്രവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വരുമാനം ഉണ്ടാക്കി കൊടുത്തവരെ പാർട്ടിക്ക് തള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം അദ്ദേഹം അതെല്ലാം വിളിച്ചു പറയും. കാര്യം ഞാൻ എടുത്തത് ഇത്രയേ ഉള്ളൂ, ഞാൻ കൊടുത്തത് അത്രയും പാർട്ടിക്കാണ്, ആ കണക്ക് അദ്ദേഹത്തിന്റെ ഇല്ലെന്നാണ് നമ്മളെ വിശ്വാസം. പാർട്ടിക്ക് കൊടുത്തതിൻ്റെ കണക്കുണ്ടാവും പത്മകുമാറിൻ്റെ. പത്മകുമാർ വന്നത് CPM-നെ ആശ്വസിക്കാനൊന്നും ഒരു വകയില്ല. നേരത്തെ ഇപ്പോൾ രാഹുൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ജനം പഴയതുപോലെയൊന്നുമില്ല, ജനത്തിനെ പറ്റിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർ അണികളെ പറ്റിച്ചുകൊണ്ടാണ് ഇരുന്നത്. അല്ല, ഈ പത്മകുമാറിനെയും വാസുവിനെയും പാർട്ടി ഇട്ടുകൊടുക്കുന്നതാണ് എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് കാട് കയറി മേയ്ക്കുന്ന പോലെയാണ് SIT ഒക്കെ അന്വേഷണം തുടങ്ങിയ സമയത്ത് പത്മകുമാറിനെ പിടിക്കുന്നു, വാസുവിനെ പിടിക്കുന്നു, ഇതാ CPM-ന്റെ പല നേതാക്കന്മാരെയും പിടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് അവസാനം തന്ത്രിയിൽ ഒതുങ്ങി അവിടെ അവസാനിക്കുന്ന രീതിയിലേക്ക് പോയി. ഇത് പാർട്ടി ആദ്യമേ ഇട്ടുകൊടുത്ത് പാർട്ടി തലയൂരിയതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ കണ്ണൂർ വിഷയത്തിൽ PP ദിവ്യ കേസ് അറിയാമല്ലോ. PP ദിവ്യ എന്ന് പറയുന്ന ഒരാളിനെ അങ്ങ് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങ് കൊടുത്തു. അത് ഒരു കടമയും കടപ്പാടും പാർട്ടിക്ക് എന്നും നിങ്ങളോടുണ്ടാവും. നിങ്ങളെ ഞങ്ങൾ കൊടുത്തു, ശരി തന്നെ, നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. അതുപോലെ ഈ കാട് കയറി മേണ പോലെ SIT പോയി പിടിക്കാൻ നോക്കി, പലരെയും ഇങ്ങനെ പിടിച്ചു വന്നപ്പം പോകുന്നത് വേറെ പലയിടത്തോട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ പത്മകുമാറെ നീ ബലിയാടായിക്കോ, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം, ഇതായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പൊ വാസു ചില്ലറക്കാരനാണെന്ന് നമുക്ക് ധരിക്കാൻ ഒക്കില്ല രാഹുലെ. ഈ പറയുന്ന സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിയമവശങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുത്ത ആളാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്തോളൂ, നമുക്ക് നിയമമുണ്ട്, അധികം വക്കീലും കൂടെയാണ് ഈ വാസു. അല്ല, എന്താണെങ്കിലും സർക്കാർ വീണ്ടും U-turn അടിച്ചിട്ടുണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ. അല്ല, അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് രാഹുലെ ഈ പറയുന്ന പോലെ. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ജയകുമാർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി വിശ്വാസികൾക്കൊപ്പമാണ് സ്ത്രീ പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയല്ലേ? അപ്പൊ ആ ഭൂരിപക്ഷ വോട്ട് അവർക്ക് കിട്ടണം, ഏത് വിധേനയും അധികാരത്തിൽ വരണം. അധികാരത്തില്ലെങ്കിൽ ഇവർക്കിനി കോൺഗ്രസ് ഭരണത്തിൽ വന്നെന്ന് വിചാരിക്കുക, എന്തുമാത്രം കളവുകളായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരാൻ പോകും. കോംപ്രമൈസ് ഇല്ല എന്ന് വെക്കൂ, കോംപ്രമൈസ് ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. പല കാര്യങ്ങളും അന്വേഷിച്ച് പോകണമെങ്കിൽ എങ്ങനെയാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ.
കേരളം ഞെട്ടില്ലേ? 10 കൊല്ലമാണ് ഒറ്റ അഡ്മിനിസ്ട്രേഷൻ 2 ടേം ഭരിക്കുമ്പോൾ കളവ് നടന്നിട്ടുണ്ടാവുകയില്ല? ഉണ്ടാവും, വ്യക്തമായിട്ട് വെട്ടിപ്പുണ്ടാവും. അതും പഴയ കോൺഗ്രസ് അല്ല. പിന്നെ യങ്സ്റ്റേഴ്സ് ഒക്കെയാണ് വരപ്പം. സതീശൻ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, സതീശൻ സ്റ്റേണായിട്ട് കാര്യങ്ങൾ പോവും. ഒരു ജാതി നേതാവും ഒരു മത നേതാവും ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞാലും സതീശൻ കേൾക്കില്ല. ചിലപ്പോൾ വേറെ പല നേതാക്കളും ഫ്ലെക്സിബിൾ ഒക്കെ ആയിരിക്കാം, പക്ഷെ എന്നാലും വേറെയും കുറെ യൂത്ത് ഉണ്ടല്ലോ ഇവിടെ ബാക്കി കോൺഗ്രസിലെ. അപ്പം അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊരു ഭയക്കുന്നുണ്ട്. അതെ, ആ ഭയമാണ് ഇവർക്കെല്ലാം ഉള്ളത്. സിസ്റ്റം 10 കൊല്ലം കൊണ്ട് അത്ര കണ്ട അടിമുടി. രാവിലെ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എപ്പോൾ മാറിയെന്ന് കണ്ടാൽ മതി. ഇപ്പൊ എബ്രഹാമിന്റെ കാര്യം പറഞ്ഞു. എബ്രഹാം നാളെ പിന്നെ കോൺഗ്രസ് വിളിച്ചാൽ എബ്രഹാം പോവും അല്ലെ? എബ്രഹാം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോലീസ് ആണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാവരും നാളെ ആരാണോ അടുത്ത വരാൻ പോകുന്നത് അവരോടൊപ്പം. പോലീസ് ഇപ്പോഴേ കളമാറ്റി ചവിട്ടി തുടങ്ങി. കാര്യം അവർക്ക് കിട്ടുമല്ലോ റിപ്പോർട്ട്, അവർക്ക് അതിന്റെ മണം വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇനി ഇവർക്ക് വേണ്ടി അടികൊള്ളാൻ നമുക്ക് താല്പര്യമില്ല. ഇപ്പം വീണ ജോർജിന്റെ വിഷയത്തിൽ അവർ എത്ര കണ്ട് ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ റീത്ത് വെച്ച അവർ വീട്ടിൽ ചെന്നപ്പോൾ റീത്ത് വെച്ച കേസിലും പോലീസ് അറിയാതെ ഇത് നടക്കില്ലല്ലോ. പോലീസിന് ആ സംവിധാനം ഉണ്ടല്ലോ. അവർക്കും വേണ്ടി അവർക്കും ജീവിക്കണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ മട്ടന്നൂർ ITIയിൽ നമ്മളെ ടീച്ചറിന്റെ മണ്ഡലത്തിൽ പിന്നെ KSU പിള്ളേരെ അടിച്ച് കയറ്റി വണ്ടി കയറ്റി പിള്ളേരെ തിരിച്ചിറക്കി. ദേശാഭിമാനി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ റിപ്പോർട്ടർ വരെ ചെന്ന് പോലീസിനെ തല്ലി. പോലീസ് അവസാനം ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ വയ്യ, ഞങ്ങളെ ജോലി അനുവദിക്കണം, ഞങ്ങൾക്ക് മാനസിക പീഡനം സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് അധികാരികൾക്ക് കത്ത് കൊടുത്ത കഥ അറിയാമല്ലോ. അപ്പൊ അതുപോലെ ഈ പറയുന്ന പോലെ മടുത്തിരിക്കാം. എന്താണെങ്കിലും മറ്റേ ഇയോബിന്റെ സിനിമയില് ഇപ്പോ ലാസർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം പറയും, ലാലിനോടാണ് പറയുന്നത്, ഇനി ആരൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ആ കസാരയുടെ ഇപ്പുറത്ത് ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ. അത് ഏത് മന്ത്രിമാര് വന്നു കഴിഞ്ഞാലും, ഇനി ഏത് മന്ത്രിസഭ വന്നു കഴിഞ്ഞാലും, ഇനി പിണറായി വിജയനാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ അടുത്ത തലമുറയിൽപ്പെടുന്ന ആള് വന്നു കഴിഞ്ഞാലും, എന്ത് തന്നെയാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ അഴിമതിയുടെ കഥകൾ പുറത്തേക്ക് വരണമെങ്കിൽ മറ്റൊരു ഭരണം തീർച്ചയായിട്ടും മറ്റൊരു ഭരണം കൂടിയേ കഴിയൂ. അപ്പോൾ ഇപ്പോൾ പത്മകുമാറിന്റെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പത്തനംതിട്ട ജില്ലയിൽ പത്മകുമാറിന്റെ വിഷയം ചർച്ചാ വിഷയമാണ്, ഉറപ്പാണ്. ഇപ്പോൾ വീണ ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവ് ചെന്ന് പാർട്ടിയെ കാലുപിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭർത്താവ് തന്നെയാണ് ഒരു സമുദായത്തിന്റെ നേതാവായിരുന്ന സമയത്ത് ഇവർ നിർത്തിയതും ഒരു ടൈം കണ്ടേ ഇവർ തോറ്റിട്ടുള്ളൂ, പിന്നീടൊക്കെ അവർ ജയിച്ചതും. അപ്പോൾ അദ്ദേഹത്തിനൊരു എന്തായാലും ഞാൻ പറഞ്ഞിട്ട് ഭാര്യ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാലും ചിലപ്പോൾ വോട്ട് മുൻകൂട്ടി കണ്ടു. അതെ, ഇനി മത്സരിപ്പിച്ച തോക്കും വെറുതെ എന്തിനാ? ഇപ്പൊ ആരോഗ്യമന്ത്രിയായിട്ട് റിട്ടയർഡ് ചെയ്യുന്നു, ആ റിട്ടയർമെന്റ് ലൈഫിൽ പോവാ. ഇനി ഒരു വട്ടം കൂടെ തോറ്റു കഴിഞ്ഞാൽ തോറ്റ മന്ത്രി എന്നുള്ള പേര് കേൾക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിന് നല്ലത് മുൻ ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഇറങ്ങുക എന്ന് പറയുന്നതാണ്. ഏതായാലും നമുക്കിതിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്, പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴും കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. കുറ്റപത്രം അടുത്ത സർക്കാരിന്റെ കാലത്തെങ്കിലും അടുത്ത ഒരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ വിഷയമില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ പോലീസും അറിഞ്ഞു തന്നെ പോവുകയാണ്. രാഹുൽ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ അന്വേഷണം അടപടലം ഇങ്ങനെ വല വീശി SIT അന്വേഷണം അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കാണ് പോകുന്നത് ദിശ മറ്റു പലയിടത്തേക്കും. അങ്ങനെ ഞങ്ങളിതാ ഒരു ഇരയെ അങ്ങ് തരുന്നു എന്ന് പറഞ്ഞു. കാര്യം പത്മകുമാറിനെ അറിയാം, പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നു. പാർട്ടിയിൽ നിന്നൂടെ പുറത്തായി കഴിഞ്ഞാൽ പത്മകുമാറിന് പറയാനുള്ളത് കാര്യം ദൈവതുല്യരായി കണ്ടവർ ചെയ്തു എന്നൊരു ഹിൻഡിങ് വർത്തമാനം പറഞ്ഞ പത്മകുമാർ നാളെ എല്ലാം വിളിച്ചു പറയില്ലെന്ന് ആര് പറഞ്ഞു? പത്മകുമാർ അങ്ങനെ നിസ്സാരക്കാരനൊന്നുമല്ല. അപ്പോൾ പത്മകുമാർ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കേണ്ടത് എത്തിച്ചു എന്നതുകൊണ്ട് തന്നെ പത്മകുമാറിനെ പാർട്ടി സംരക്ഷിച്ച് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് വെള്ളപൂശാമെന്നും കരുതേണ്ട. CPMന്റെ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ചില്ലറക്കാരനല്ല. പിന്നെ വാസു സാറും ഉണ്ട്, ബഹുമാനപ്പെട്ട വാസു സാർ ഞാൻ വിളിക്കാൻ കാര്യം പലപ്പോഴും അദ്ദേഹത്തിന് ഔദ്യോഗികമായ പല കാര്യങ്ങളും ഞാൻ കാണാൻ പോയിട്ടുണ്ട് എൻ്റെ നേരത്തെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ CPMന്റെ വെള്ളപൂശൽ നടക്കില്ല. ജനത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. കുറച്ചുകൂടെ ഒന്ന് കാത്തിരുന്നാൽ എന്തൊക്കെയായിരുന്നു വെട്ടിപ്പും തട്ടിപ്പും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും.